ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഖത്താറയിലാണ്. നമ്മൾ ഖത്താറ എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയത് രാത്രിയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഭാഗങ്ങളിലെ ചെറിയ കാഴ്ചകൾ പള്ളിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറാറുണ്ട്. നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്, ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിന് സമയത്ത് പള്ളിൻ്റെ ആ ഭാഗങ്ങൾ പള്ളിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ട് ഒന്ന് കാണിച്ചു തരാം. നല്ല മനോഹരമായിട്ടാണ് ഈ പള്ളി ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് പ്രാവും കൂടുണ്ട്, ഭയങ്കര വലുപ്പത്തിൽ പ്രാവും കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പള്ളിൻ്റെ ഫുള്ള് ഭാഗങ്ങൾ നല്ല കൊത്തുപണിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് ഈ ടൈൽസ് മാരുള്ള ഇതിൻ്റെ ഉൾഭാഗം കാണാൻ അത്രക്ക് ഭംഗിയാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് നല്ല ഡിസൈനായിട്ട് അതിൻ്റെ തുർക്കിൻ്റെ ഒരു മോഡലാണ്. അതായത് തുർക്കിയിൽ നിന്നാണ് ഇതിൻ്റെ ഈ കല്ലുകൾ, ഇതിൻ്റെ ഡിസൈൻ കല്ലുകളൊക്കെ തുർക്കിയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നുകൊണ്ട് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു ഭാഗമാണ്. ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരലുണ്ട്. പകൽ സമയത്താണ് കൂടുതൽ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇവിടെ എത്തിയ സമയത്ത് യേശനസ്കാരത്തിന് സമയമായിരുന്നു. യേശനസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ശേഷം ആളുകളൊക്കെ ഒഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത് തന്നെ. ഒരു ടൂറിസ്റ്റിന് ഒരു ഗൈഡ് അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ അടുത്ത് ഒപ്പം നിൽക്കുന്നത് ഒരാൾ. ഇയാൾ ഗൈഡാണ്. ആൾ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പള്ളീനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവിടെ. അങ്ങനെ ഇനി ഒരു ദിവസം പകൽ സമയത്ത് വന്നിട്ട് ഇവിടെ ഈ ഭാഗങ്ങൾ പുറത്ത് ഈ ഭാഗങ്ങളൊക്കെ പള്ളിൻ്റെ ഫുള്ള് ഭാഗങ്ങളെല്ലാം വന്നിട്ട് ഒരു വീഡിയോ എടുക്കാറുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത ഇതിൽ വരുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് പകലത്തെ ആ വീഡിയോകൾ കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരില്ല.